വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ. വിശ്വശില്പിയായ സർവശക്തനായ ദൈവം വർഷങ്ങൾക്ക് മുൻപ് കുടമാളൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ പിറന്ന ഒരു പെൺകുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇവളിൽ ഞാനൊരു വിശുദ്ധയെ കാണുന്നു. അത് പുറത്തു വരുവോളം ഞാനതിനെ കൊത്തിക്കൊണ്ടേയിരിക്കുമെന്ന്. പറഞ്ഞു വരുന്നത് ഭാരതത്തിലെ ആദ്യത്തെ വനിതാ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമയെക്കുറിച്ചാണ്. ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ എന്നതിലുപരി മറ്റെന്തു വിശേഷണമാണ് അൽഫോൻസാമയ്ക്കുണ്ടായിരുന്നത്? വേദന തോന്നുമ്പോൾ കരയുകയും, ദേഷ്യം തോന്നുമ്പോൾ കുറ്റം പറയുകയും, സ്നേഹം തോന്നുമ്പോൾ ഇടറി നോക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ ഗ്രാമീണ കന്യക. കന്യകാലയത്തിനുള്ളിലാണെങ്കിലും സ്കൂളിൽ പോയി പഠിപ്പിക്കുന്ന ഒരു സാധാരണ അധ്യാപിക എന്നതിലുപരി ലോകം വലുതായി കാണുന്ന മറ്റൊന്നും അൽഫോൻസാമ ചെയ്തതായിട്ട് അറിഞ്ഞുകൂടാ. അൽഫോൻസാമയുടെ ജീവിതം സഹനമായിരുന്നു എന്നാണ് പറയുക. സഹനം എന്ന താക്കോൽ കൊണ്ട് ഈശോയുടെ ഹൃദയം തുറന്നവളാണ് അൽഫോൻസാമ. അൽഫോൻസാമയുടെ ആയുധം സഹനമായിരുന്നു. അൽഫോൻസാമയുടെ ജീവിതം ബലിജീവിതമായിരുന്നു എന്നാണ് നാം പഠിക്കുന്നത്. ഈശോയുടെ സ്നേഹം ഹൃദയത്തെ തൊട്ടപ്പോൾ അവളുടെ ജീവിതം മുഴുവൻ സന്തോഷമായി മാറി, സ്നേഹമായി മാറി, സഹനങ്ങളെല്ലാം ആനന്ദമായി മാറി. അതുകൊണ്ടാണല്ലോ തന്നെ ദ്രോഹിച്ചവർക്കും കുറ്റപ്പെടുത്തിയവർക്കുമെല്ലാം പ്രത്യുപകാരം ചെയ്യുമായിരുന്നത്. 1946 ജൂലൈ 28 അൽഫോൻസാമ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അൽഫോൻസാമയുടെ മരണശേഷം 40 വർഷങ്ങൾക്ക് ശേഷം 1986 ഫെബ്രുവരി 8 ജോൺ പോൾ II മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2007 ജൂൺ 1 ബെനഡിക്ട് 16 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട അൽഫോൻസാമയുടെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതം സ്ഥിരീകരിച്ചു. 2008 ഒക്ടോബർ 12 മറ്റു 3 വാഴ്ത്തപ്പെട്ടവരോടൊപ്പം അൽഫോൻസാമയെ വിശുദ്ധ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും ജൂലൈ 19 മുതൽ 28 വരെ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. കത്തോലിക്ക സഭയിൽ ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയാണ് വിശുദ്ധ അൽഫോൻസാമ എന്നറിയപ്പെടുന്ന അന്നക്കുട്ടി മുട്ടത്തുപാടം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിതയാണ് അൽഫോൻസാമ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.